നമസ്കാരം, ഞാൻ ഡോക്ടർ റോഷിത്ത, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റോഷിത്താസ് വുമൻസ് ഹെൽത്ത് ക്ലിനിക് കാസർഗോഡ്. നമ്മൾ ഏറെ ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം അമ്മയും കുഞ്ഞും 3 സിസേറിയന് ശേഷം സുഖപ്രസവം വീട്ടിൽ നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ മരിച്ച വിവരം അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ മരണം സംഭവിക്കാൻ കാരണങ്ങൾ പലതുണ്ട്. സിസേറിയന് ശേഷം സുഖപ്രസവം സാധ്യമാണോ? സാധ്യമാണ് എന്ന് നമ്മൾക്കറിയാം. പക്ഷെ ആർക്കൊക്കെയാണ് സാധ്യതയുള്ളത്? ആർക്കൊക്കെ സുഖപ്രസവം ചെയ്യാം? ഏതൊക്കെ നിയമങ്ങളാണ് അതിനെ അനുവദിക്കുന്നത് എന്ന വിഷയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ കോൺഫറൻസ് ഓൺ നാച്ചുറൽ ബർത്തിങ് ടെക്നിക്കിൽ പറയുന്നുണ്ട്. ഈ കോൺഫറൻസ് മാർച്ച് 9-ാം തീയതി വൈകുന്നേരം 7 മണി തൊട്ട് 7:30 വരെയാണ്. ഈ കോൺഫറൻസിൽ നമ്മൾ മറ്റൊരു പ്രധാന വിഷയം സംസാരിക്കുന്നുണ്ട്. എക്യുപങ്ക്ചർ കൊണ്ട് നമുക്ക് സുഖപ്രസവം നടത്താൻ സാധിക്കുമോ? നടത്താൻ പറ്റുമെങ്കിൽ ആർക്കൊക്കെയാണ് ഇതിനുള്ള യോഗ്യത? ഏതൊക്കെ ഡോക്ടേഴ്സിനും മിഡ്വൈഫ്സിനും ഒക്കെയാണ് ഈ സുഖപ്രസവം ചെയ്യാനുള്ള അധികാരമുള്ളത്? ഇതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ പ്രശസ്ത ഡോക്ടേഴ്സും പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് മുഴുവനായിട്ടും അറിയുവാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക.